ഹലോ നമസ്കാരം. കാതോർക്കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോയിലേക്ക് പോകാം. അന്തരിച്ച നടൻ കലാഭവൻ അഭിയെ പ്രേക്ഷകർ മറന്നിട്ടില്ല. മിമിക്രി കലാരംഗത്തെ താരമായിരുന്ന അഭി സിനിമകളിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. സിനിമാ രംഗത്ത് അർഹമായ അംഗീകാരങ്ങളും അവസരങ്ങളും അഭിക്ക് ലഭിച്ചില്ലെന്ന് പ്രേക്ഷകർ പറയാറുണ്ട്. മിമിക്രിയിൽ ദിലീപ്, കലാഭവൻ മണി തുടങ്ങിയവരെക്കാളെല്ലാം വലിയ താരമായിരുന്നു അഭി. സിനിമാ രംഗത്ത് മുൻനിര നടനായി മാറേണ്ടിയിരുന്നയാൾ. എന്നാൽ അഭിക്ക് അവസരങ്ങൾ കുറവായിരുന്നു. അഭിയുടെ കരിയർ ഗ്രാഫിൽ സംഭവിച്ചതിനെക്കുറിച്ച് ഒരിക്കൽ സംവിധായകൻ ശാന്തിവിള ദിനേശ് ചില വാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അഭി എന്റെ നല്ല സുഹൃത്തായിരുന്നു. ഞാൻ ശരിയല്ലാത്തതിന് മറ്റുള്ളവരെ പറഞ്ഞിട്ട് എന്താണ് കാര്യമെന്ന് അഭി തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ സ്വയം കരുതുന്നത് അമിതാഭ് ബച്ചനും മോഹൻലാലുമാണെന്ന് നർമ്മത്തോടെ പറയുന്ന അഭിയെയാണ് എനിക്കിഷ്ടം. ഒരു പരിധിവരെ എന്റെ തളർച്ചയ്ക്കും കാരണം ഇത് തന്നെയാണ്. കാരണം ആർക്കും വഴങ്ങില്ല. അഭിയും വഴങ്ങില്ലായിരുന്നു. അഭി വഴങ്ങില്ലെന്ന് മാത്രമല്ല, എന്റെ അഭിമുഖം കണ്ടിട്ട് ഒരു സംവിധായകൻ എന്നെ വിളിച്ചു. അദ്ദേഹത്തിന്റെ സിനിമയിൽ മമ്മൂക്കയുടെ കൂടെ അഭി ഒരു നല്ല വേഷം ചെയ്തിട്ടുണ്ട്. റിഹേഴ്സൽ എല്ലാം കഴിഞ്ഞ് ടേക്ക് എന്ന് പറയുമ്പോൾ 1 മിനിറ്റ് എന്ന് പറഞ്ഞ് അഭി ടോയ്ലറ്റിലേക്ക് പോകും. ആദ്യമൊന്നും ആർക്കും മനസ്സിലായില്ല. മൂത്രമൊഴിക്കാൻ പോകുകയാണെന്ന് കരുതി. വാസ്തവത്തിൽ അങ്ങനെയല്ല. 2-3 മിനിറ്റ് മമ്മൂക്ക ലൈറ്റിന് മുന്നിൽ നിൽക്കട്ടെ എന്ന് അഭി കരുതി. പുള്ളി ബോധപൂർവം ചെയ്യുന്നതാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അയാൾ അത് ആസ്വദിച്ചിരുന്നു. അതൊക്കെയാണ് അഭിയുടെ മൈനസ് എന്നാണ് ശാന്തിവിള ദിനേശ് പറയുന്നത്. ദിലീപ് അടക്കം മിമിക്രിയിൽ നിന്ന് വന്ന ഒരുപാട് നടന്മാർ രക്ഷപ്പെട്ടിട്ടും അഭി രക്ഷപ്പെടാതിരുന്നതിന് കാരണം ഇതാണെന്നും ശാന്തിവിള ദിനേശ് പറഞ്ഞിട്ടുണ്ട്. അഭിയുടെ മകൻ ഷെയ്ൻ നിഗത്തെയും ശാന്തിവിള ദിനേശ് വിമർശിച്ചിട്ടുണ്ട്. അഭിയേക്കാൾ മോശമാണ് ഷെയ്ൻ നിഗത്തിന്റെ പ്രവൃത്തികളെന്നാണ് ശാന്തിവിള ദിനേശ് ഒരിക്കൽ പറഞ്ഞത്. പിന്നീട് ഈ അഭിപ്രായം മാറ്റുകയും ചെയ്തു. അടുത്ത കാലത്തായി ഷെയ്ൻ നിഗത്തിന്റെ നല്ല മാറ്റം വന്നു. എന്റെ വിമർശനം വരെ ചിലപ്പോൾ അവന് ഗുണം ചെയ്തിരിക്കാം. ആ പയ്യൻ നല്ല നടനാണ്. ഷെയ്നെ പോലെ ഷെയ്ൻ നിഗവും നല്ല നടനാണെന്നും ശാന്തിവിള ദിനേശ് ഒരിക്കൽ പറഞ്ഞു. പക്ഷേ ഷെയ്ൻ നിഗത്തിന്റെ ആരാധകരിൽ നിന്നും ഭീഷണി കോളുകൾ വന്നപ്പോൾ സംവിധായകൻ വീണ്ടും വിമർശനം ഉന്നയിച്ചു. അവൻ നന്നായപ്പോൾ നല്ലവനെന്ന് പറഞ്ഞവനാണ് ഞാൻ. അവൻ കൊണ്ടു നടക്കുന്ന 10-15 അലവരാതികൾ കാണും. ഇവന്മാരെ വെച്ച് ഈ ചെറുക്കൻ കളിക്കുകയാണ്. ഈ ചെറുക്കന് പക്വത വന്നിട്ടില്ല. അമ്മ കുപ്പിപ്പാലും കൊണ്ട് നഴ്സറിയിൽ കൊണ്ടുപോകും പോലെ കൊണ്ടുപോകുന്ന ചെറുക്കൻ മാന്യമായി ജീവിക്കുന്ന നമ്മളെ ഭീഷണിപ്പെടുത്തുകയാണ്. മട്ടാഞ്ചേരി നിനക്കറിഞ്ഞുകൂടെന്നാണ് അവർ പറയുന്നതെന്നും ശാന്തിവിള ദിനേശ് അന്ന് പറഞ്ഞു. അഭിപ്രായങ്ങൾ തുറന്നടിക്കുന്ന സംവിധായകനാണ് ശാന്തിവിള ദിനേശ്. ചില പ്രസ്താവനകൾ വിവാദത്തിലുമായിട്ടുമുണ്ട്. ബംഗ്ലാവിൽ അവധിയാണ് ശാന്തിവിള ദിനേശ് സംവിധാനം ചെയ്ത സിനിമ. പിന്നീട് സിനിമകൾ ചെയ്തിട്ടില്ല. സീരിയൽ രംഗത്ത് ശാന്തിവിള ദിനേശ് സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്.